എന്താ ഈ X and Y ലേണിംഗ് എന്നുള്ളത് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ അതിൻ്റെ CEO ആണ്, ഫൗണ്ടർ ആൻഡ് CEO ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ക്ലാസ് 6 ആൻഡ് എബോവ് ഉള്ള സ്റ്റുഡൻസിനെ ഇത്തരത്തിലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസിലോട്ട് വേൾഡ് വൈഡ് ഉള്ള, അതേപോലെ ഇന്ത്യയിലെ IITs പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിന് സ്കൂൾ മാർക്സ് മാത്രം പോരാ, അതിന് A+ മാത്രം പോരാ, യു ഷുഡ് ബി എക്സ്ട്രീംലി കോമ്പീറ്റന്റ്. അത് ചിലപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ കുറെ കൺസൾട്ടൻസ് ഉണ്ട്, ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും അഡ്മിഷൻ എടുത്തിരുന്നത്, അതാണോ X and Y? അല്ല, അങ്ങനെയുള്ള കൺസൾട്ടൻസ് അല്ല. ഞങ്ങളുടെ വിഷൻ എന്നുള്ളത് ക്രിയേറ്റ് മേക്കിംഗ് അവർ സ്റ്റുഡൻസ് ഫ്യൂച്ചർ റെഡി എന്നുള്ളതാണ്. ഫ്യൂച്ചർ റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെ ഇപ്പൊ MBZUI we are training them. അപ്പോൾ MBZUI പോലെ MIT IIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക്, അല്ലാതെ സാധാരണ യൂണിവേഴ്സിറ്റികൾക്കല്ല. നൗ അവർ എയിം ഈസ് ഈ MBZUI എന്നൊരു, ഞാൻ വിഷൻ ചെയ്യുന്നത് ഒരു 3 വർഷം കഴിയുമ്പോൾ X and Y എന്നൊരു സ്റ്റുഡന്റിനെ ഈ MBZUI എത്തിക്കണം. ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അവരുടെ സ്കൂളിലുള്ള അക്കാഡമിക്സിൽ നിന്നും വേറിട്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. ഒന്ന് സ്കൂളിലെ അക്കാഡമിക്സ് തന്നെ സ്ട്രോങ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഇപ്പം മാത്സ് നമ്മൾ പറഞ്ഞു, മാത്സ് ഒരു കുട്ടി പഠിക്കേണ്ട സ്കൂൾ തന്നെയാണ് അവന്റെ ബേസിസ്, ബട്ട് ഹി ഷുഡ് ഗോ ബിയോണ്ട് ദാറ്റ്. ഇപ്പൊ JEE പോലത്തെ ഒരു എക്സാം, ഒരു മാത്സ് ഒളിമ്പിയാഡ്, ഞങ്ങൾ മാത്സ് ഒളിമ്പിയാഡിന് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ വർഷം കഴിഞ്ഞ തവണ 6 സ്റ്റുഡൻസ് ഇന്ത്യൻ ഒളിമ്പിയാഡ് ക്വാളിഫയർ ഇൻ മാത്സ് വിജയിച്ചു. ഇത്തവണ 13 സ്റ്റുഡൻസ്, വി വർ ഏബിൾ ടു ഡബിൾ ദാറ്റ് നമ്പർ വിജയിച്ചു. അപ്പൊ ഈ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒളിമ്പിയാഡ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ് എന്നുള്ളത് MBZUI അടക്കമുള്ള യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാൻ അവർക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്. വി ആർ ക്രിയേറ്റിംഗ് സച്ച് സ്റ്റുഡൻസ്. ഇനി ഇന്ത്യയിലാണെങ്കിൽ JEE പോലത്തെ എക്സാംസിന് നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ ഇപ്പോൾ ഇവിടെ GCCയിലുള്ള പാരന്റ്സ് കേൾക്കുമ്പോൾ ഇവരെന്താ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, നമുക്ക് +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് കുട്ടിയെ നാട്ടിലേതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോയിടാം, എന്നിട്ട് അവരെ അവിടെ വെക്കാം, അങ്ങനെ അവർക്ക് അങ്ങ് കിട്ടിപ്പോയേക്കാം. പക്ഷെ അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അവസാനം എന്താ സംഭവിക്കുക, വലിയ ലോണൊക്കെ എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട അവസ്ഥ വരും.